2020 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റീട്വീറ്റ് ചെയ്യപ്പെട്ട ഈ ചിത്രം ഓർമ്മയില്ലേ? നീലാങ്കരയിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ഒന്നും കണ്ടെത്തിയില്ല എന്ന് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ എഴുതി കൊടുത്ത് മടങ്ങിയതിന് പിന്നാലെ നെയ്വേലിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തിരിച്ചെത്തിയ സൂപ്പർ താരം വിജയ് നിറഞ്ഞ ചിരിയോടെ ആരാധകർക്കൊപ്പം പകർത്തിയ റെക്കോർഡ് സെൽഫി. അതിനും 3 വർഷം മുൻപ് വിജയ് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഒരു കത്ത് ഇന്ന് പൊടിതട്ടിയെടുത്തു സോഷ്യൽ മീഡിയ. കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയെയും ചരക്ക് സേവന നികുതിയെയും വിമർശിച്ചതായിരുന്നു വിവാദത്തിന് കാരണം. കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന ചാരായത്തിന് GST ഇല്ല, ജീവൻ രക്ഷിക്കുന്ന മരുന്നുകൾക്ക് GST ഉണ്ട് തുടങ്ങിയ ഡയലോഗുകൾ തിയേറ്ററുകളിൽ കയ്യടി നിറച്ചപ്പോൾ BJPക്കും കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനും പൊള്ളി. ചിത്രത്തിലെ വിവാദ രംഗങ്ങൾ നീക്കണമെന്നും സിനിമ തന്നെ വിലക്കണമെന്നുമായി ആവശ്യം. നിർമ്മാതാക്കൾ തമിഴ്നാട്ടിലെ BJP നേതാക്കളെ കണ്ട് മാപ്പ് പറഞ്ഞ് വിവാദം തണുപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയ്ക്ക് കുലുക്കമുണ്ടായില്ല. രജനീകാന്തും കമലഹാസനും അടക്കം തമിഴ് സിനിമയിലെ സൂപ്പർ താരങ്ങൾ വിജയ്ക്ക് പിന്നിൽ അണിനിരുന്നതോടെ വിമർശനങ്ങളുടെ മുനയൊടിഞ്ഞു. ഇന്ന് BJP ആശയപരമായ ശത്രുക്കളെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്ന തമിഴക വെട്രിക്കഴകം പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിൽക്കുന്നു ദളപതി. വിരട്ടിയാൽ വീര്യം കൂടുന്ന ജനനായകനായി.